ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കുഞ്ഞ് ഇഫ്താർ വ്ലോഗാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കാപ്പാട് ബീച്ചിൽ നോമ്പ് തുറക്കാൻ പോവാണ്. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നൗറിനെ വൈകുന്നു പിക്ക് ചെയ്ത്. നൗറിൻ്റെ മനോഹരമായ ചിരി കണ്ടില്ലേ ഗായ്സ്. ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേരൊക്കെ ഓൾറെഡി എത്തി. ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ബീച്ചിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോമ്പുറ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഒരുവിധ ആൾക്കാരൊക്കെ എത്തി. ഇനിയും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ബീച്ചിൽ വെച്ചിട്ട് നോമ്പുറക്കാന്നുള്ള രീതിക്കാണ് പ്ലാൻ ആക്കിയത്. ഗൈസ്, ഇത് ഷെഫിൻ്റെ വീട്ടിൽ വിയപ്പിൾ വരുമ്പോൾ മാത്രം എടുക്കുന്ന കെറ്റിലാണ്. അപ്പോൾ അത് കാണിച്ച് കുറേ പട്ടി ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈഡിൽ ഇങ്ങനെ ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം ഓരോരുത്തർ കൊണ്ടുവന്ന ഫുഡായിട്ട് ഓരോരുത്തർ ഭയങ്കരമായ ഷോ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങളതൊക്കെ ക്ഷമിക്കുക. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. ഓരോരുത്തർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മിക്സാക്കി പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റ് ഒന്ന് കളർഫുൾ ആക്കേണ്ടിയിട്ട് സൈഡിൽ ഒരു കമ്പൊക്കെ വെട്ടി അതിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ചുറ്റാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിലാണ് നമ്മളെ നീരജും ദേവപ്രിയയും കൂടി ആ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ലൈറ്റൊക്കെ വേർപ്പെടുത്തിയെടുത്തത്. നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസിൽ ചില്ല് ചെയ്ത് നോമ്പുറക്കുക പറയുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ഒന്ന്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണല്ലോ നാളത്തെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം ഫുഡൊക്കെ പ്ലേറ്റ് ചെയ്ത് ജ്യൂസൊക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പണിയെടുക്കുന്നതിന് തിരക്കിലും ഷെഫി ക്യൂട്ട്നെസ് വാരി വിതറേനും. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി. ഞങ്ങളൊക്കെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ സൈഡിൽ പോയി. ലൈഫിൽ എന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അത്രയും വാല്യബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇയറോട് കൂടിയിട്ട് ബി.എഡ് അവസാനിക്കുകയാണ്. ഇനി ഇതുപോലത്തെ ഒരു നോമ്പുറ ലൈഫിലിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് 22-നാണ് ഞങ്ങൾ ഇഫ്താർ മീറ്റ് കണ്ടക്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞങ്ങളിങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുക. ജ്യൂസ് കുടിക്കുന്നു, കടികളെടുക്കുന്നു, നോമ്പ് തുറക്കുന്നു. നല്ല ഉഷാറ് വൈബ് തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും അടുത്തുള്ള പ്രെയർ ഹാളിൽ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ബീച്ചിൽ വന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട്. ഇന്ന് റജൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അപ്പം ഓളറിയാണ്ട് ഒരു സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കേക്ക് എത്തുന്നവരേക്കും ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടൈം സ്പെൻഡ് ആക്കി. കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം റജൻ്റെ ട്രീറ്റ് ചെയ്യാനും അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഞങ്ങളെ സഹിക്കാൻ കഴിയായിട്ടാണോ എന്നറിയില്ല, ഫസ്റ്റ് ഞങ്ങളുടെ ടേബിളിലാണ് ഫുഡ് എത്തിയത്. ഫുഡ് എത്തിയപ്പോൾ തന്നെ പിന്നെ കൈയിട്ട് വരലായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഇനിയും ലേറ്റായ വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മെല്ലെ സ്ഥലം കാലിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.